ചുറ്റുപാടുള്ള ഡിവിഷനുകളും ഒരു സ്ഥലങ്ങളിലും വെള്ളമില്ല. ആളുകൾ കഷ്ടപ്പെടുന്നു. എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ കൗൺസിലർമാർക്കും ജനപ്രതിനിധികൾക്കും എതിരെ തിരിയുന്ന ഒരവസ്ഥ. ഞങ്ങൾ വരുമെന്ന് അറിഞ്ഞിട്ടോ എന്തോ ആരും ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെയില്ല. ഞങ്ങൾക്ക് സംസാരിക്കാൻ ആളില്ല, ഞങ്ങളോട് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് പറയാൻ ആളില്ല. ഉച്ചയ്ക്ക് ശേഷം കുടിവെള്ളം എത്തിയില്ലെങ്കിൽ സമരം കടുപ്പിക്കാനാണ് തീരുമാനം. മനോരമ ന്യൂസ്, കൊച്ചി. വെള്ളം കിട്ടുമോ? വെള്ളം കിട്ടുമെന്ന് വെച്ചാൽ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള പ്രശ്നങ്ങളാണ്. കുടിവെള്ളമില്ലാതെ നാട്ടുകാർ പൊതുപ്രവർത്തകരുടെയും കൗൺസിലർമാരുടെയും വീടുകളിലോട്ട് വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് തക്കതായുള്ളൊരു മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല. വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചു ചോദിക്കുമ്പോഴത്തേനും ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്നൊക്കെ പറയുന്നതല്ലാതെ അവിടെ കുടിവെള്ളം ഒട്ടനവധി വീടുകൾ, കാരണം കോർപ്പറേഷൻ വെള്ളം മാത്രം, ഈ പൈപ്പ് വെള്ളം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളാണ് ഭൂരിഭാഗം, 90%. കിണർ വെള്ളം ഒട്ടുമില്ലാത്ത വീടുകളാണ് 90%. അപ്പൊ ഇവർക്കൊക്കെ കുടിവെള്ളം കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവര് കനിഞ്ഞാലേ പറ്റുള്ളൂ. ഞങ്ങൾ ഇവരുടെ അടുത്ത് ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറഞ്ഞു മടുത്തു. അവസാനം 4 കൗൺസിലർമാർ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രദേശത്തുള്ള കൗൺസിലർമാരെല്ലാവരും ചേർന്ന് ഞങ്ങളിവിടെ ഉപരോധ സമരമാണ്. രാവിലെ ഇവിടുത്തെ എക്സിനെ വിവരം അറിയിച്ചിട്ട് അവർ രാവിലെ മീറ്റിംഗ് നടന്നു പറഞ്ഞ് പോയിരിക്കുകയാണ്. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാനോ ഇതിന് പരിഹാരം കാണാനോ ഇതുവരെ അവര് മുൻകൈ എടുത്തിട്ടുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സമരമായി മുന്നോട്ട് പോകാനായിട്ടാണ് എല്ലാവരുടെയും തീരുമാനം. എത്ര ദിവസം ഇപ്പൊ കുടിവെള്ളം വന്നിട്ട്? ഒരാഴ്ചയിലേറെയായിട്ട് വെള്ളമില്ല. വെണ്ണല പ്രദേശത്ത് വെള്ളം കിട്ടുന്നേയില്ല. 3 വെള്ളമില്ല. 3 ആഴ്ചയായിട്ട് വീട്ടിൽ വെള്ളമില്ല. ടാങ്കിൽ വെള്ളം അടിച്ചിട്ട് കഴിയണം. ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിക്കാറില്ല കാര്യങ്ങൾ? മെയ് 13 ഫുൾ ഷട്ട് ഡൌൺ പറഞ്ഞിരുന്നു. അന്ന് തുടങ്ങിയാണ് നമ്മൾ 2 ദിവസത്തേക്കുള്ളതെല്ലാം മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഇന്ന് 3ാമത്തെ പമ്പിന്റെ ആണ്. ഇതുവരെയും വെള്ളം കിട്ടാത്തവരുണ്ട്. ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളം മാത്രം ആശ്രയിക്കുന്നവരാണ് കൂടുതൽ ആളുകളും. അപ്പൊ അവര് സ്വന്തം പൈസ കൊടുത്തിട്ടാണ് വെള്ളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോ കംപ്ലൈന്റ് പറയുന്നതില് ഉള്ള ആൾക്കാർ വന്നിട്ടില്ല, കുറച്ചുപേരെ വന്നിട്ടുള്ളൂ. രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഈ സമയത്തിലും എല്ലാവരും ഒന്നിച്ച് വരണം.